ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന നല്ല ടിപ്പുകളായിട്ടാണ്. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ല ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഇപ്പം ഞാനിവിടെ ഒരു കുപ്പിയുടെ ചുവട് ഭാഗം വെട്ടി മാറ്റിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് എന്താ ചെയ്തത് നോക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഡൗണിയുടെ ഫാബ്രിക് സോഫ്റ്റ്നറാണ്. ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയത് ഗ്രാമ്പു ആണ്. അപ്പോൾ ഗ്രാമ്പു ഓരോന്നെടുത്ത് കുത്തി അതിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു റൂം ഫ്രഷ്നറാണ്. അതേപോലെ ഇപ്പോൾ ഈ മഴക്കാലമാണ്, കൊതുകിനെയും ചെറിയ പ്രാണികളെ ഈച്ചയൊക്കെ അകറ്റി നിർത്താൻ പറ്റിയ നല്ലൊരു മാർഗം തന്നെയാണ് ഇത്. അതേപോലെ നല്ലൊരു പോസിറ്റീവ് വൈബുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത്. ആ ഫാബ്രിക് സോഫ്റ്റ്നറിൻ്റെ സ്മെല്ലും ആ ക്ലോവിൻ്റെയൊക്കെ സ്മെല്ലും എല്ലാം കൂടെ വന്നിട്ട് ചെറു പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് കൊണ്ടുവെക്കാം. അതേപോലെ ബാത്റൂമിൽ ഇത് എടുത്ത് വെക്കാം. അപ്പോൾ അവിടെയൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നതും നല്ലൊരു റൂം ഫ്രഷായിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയത് ബാത്റൂമിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ബാത്റൂമൊക്കെ നമ്മൾ എപ്പോഴും അടച്ചിടുന്നതായതുകൊണ്ട് അടഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു മുഷിഞ്ഞ സ്മെല്ലൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇത്. രണ്ടാമത്തെ ടിപ്പ്, ഞാനിവിടെ കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ അടപ്പുകൊണ്ട് കിടിലൊരു ഐഡിയ തന്നെയുണ്ട്. വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണ്. എടുത്തിരിക്കുന്ന ക്യാപ്പിൻ്റെ ചെറിയൊരു പാർട്ട് വെട്ടി മാറ്റുന്നുണ്ട്. അപ്പം പിച്ചാത്തി ചൂടാക്കിയിട്ടാണ് ആ ചെറിയൊരു പാർട്ട് വെട്ടി മാറ്റുന്നത്. ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അതേപോലെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ആ മൊബൈൽ അതിനകത്ത് ഇരിക്കുകയും ചെയ്യും. മിക്ക വീട്ടമ്മമാരും മൊബൈൽ കിച്ചണിൽ വെക്കുന്നവരായിരിക്കും. അപ്പോൾ മൊബൈൽ കിച്ചണിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്നതിനും സഹായിക്കുകയും ചെയ്യും. അതേപോലെ കുക്കിങ്ങും പണികളും ഒക്കെ നടക്കുകയും ചെയ്യും. മൂന്നാമത്തെ ടിപ്പ്, ഈ ക്യാപ്പ് തന്നെ നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം. ആ ക്യാപ്പിൻ്റെ ചുവട്ടിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലാകുമ്പോൾ മൊബൈലിൻ്റെ വള്ളികളൊക്കെ കുട്ടികൾ എടുക്കാത്ത രീതിയിൽ ഒതുക്കി വെക്കുന്നതിന് സഹായിക്കും. അതേപോലെ കുട്ടികളുടെ സ്റ്റഡി റൂമിലാകുമ്പോൾ അവരുടെ ID കാർഡൊക്കെ തൂക്കിയിടുന്നതിനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ അവർ ID കാർഡൊന്നും എടുക്കാനൊക്കെ മറക്കാതിരിക്കുകയും ചെയ്യും. അത് ഇറങ്ങുന്ന സമയത്ത് അത് കാണും. അപ്പോൾ അത് എടുക്കുകയും ചെയ്യും. അതേപോലെ നമുക്ക് താക്കോൽ തൂക്കിയിടുന്നതിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എടുക്കാതെ താക്കോലൊക്കെ ഡോറിൽ നിന്ന് ഊരി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അവരെടുക്കാത്ത രീതിയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് താക്കോൽ തൂക്കിയിടാവുന്നതാണ്. നാലാമത്തെ ടിപ്പ്, ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ പറിക്കാനും ഒരു തോട്ടി കിട്ടിയാൽ പറിക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തോട്ടിയിൽ അരിവാളൊക്കെ വെച്ച് കിട്ടും. അപ്പോൾ ആ വെച്ച് കിട്ടുന്നതിന് പറ്റിയ നല്ലൊരു കെട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു റോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അരിവാൾ ആ തോട്ടിയിലോട്ട് കെട്ടാമെന്ന് നോക്കാം. മോനെ സ്കൗട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന റോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന പോലെ റോപ്പിൻ്റെ ഒരു തുമ്പ് ചെറുതും മറ്റേത് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ വെക്കണം. നമ്മൾ തോട്ടിയിലോട്ട് വെച്ച് കൊടുക്കണം. അതേപോലെ നമ്മുടെ അരിവാളും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ആ നീളമുള്ള റോപ്പ് ആ അരിവാളും തോട്ടിയും കൂടെ ചുറ്റി ഇങ്ങനെ റൗണ്ടിൽ എടുക്കണം. റോപ്പ് ഇങ്ങനെ ചുറ്റി നല്ല ടൈറ്റായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ആ ലൂപ്പിനുള്ളിൽ കൂടെ കയറ്റി ഇറക്കുക. എന്നിട്ട് ആ ചെറിയ റോപ്പിൻ്റെ എൻഡില്ലേ അതൊന്ന് പിടിച്ചൊന്ന് വലിച്ചാൽ മതി. ആ റോപ്പ് അവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും.
ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന റോപ്പാണെങ്കിൽ നീളം കുറവായതുകൊണ്ട് അധികം ചുറ്റി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. നല്ല നീളത്തിലുള്ള റോപ്പാണെങ്കിൽ കുറേ ചുറ്റി നമുക്ക് നന്നായിട്ട് തന്നെ ചുറ്റി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ ആ ലൂപ്പിനുള്ളിൽ കൂടെ കയറ്റി ഇറക്കിയിട്ട് ആ മറ്റേ എൻഡ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതും നല്ല ടൈറ്റാണ്. കുറച്ച് ലൂപ്പ് കുറച്ച് ഇത് റൗണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളൂ. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. നല്ല ടൈറ്റായിരിക്കും. പിന്നെ അത് അഴിയത്തേ ഇല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോട്ട് തന്നെയായിരിക്കും അത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പിച്ചാത്തി സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിച്ചാത്തിയാണ്. അപ്പോൾ അരിവാൾ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അടുത്ത ലാസ്റ്റ് ടിപ്പ്, ഇവിടെ ഒരു വടി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. വിനീഗറിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അത് നോക്കിയപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുപ്പിയാണ്. സാധാ പെപ്സിയൊക്കെ ആണെങ്കിൽ, പെപ്സിയുടെ ബോട്ടിലൊക്കെ ആണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് വിനീഗറിൻ്റെ കുപ്പിയാണ്, ഒഴിഞ്ഞ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ആ കുപ്പിയിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗം ഒന്ന് വെട്ടിമാറ്റുന്നുണ്ട്. അപ്പോൾ അത് വെട്ടിമാറ്റുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ ആ ഓപ്പണിങ്. അതേപോലെ ആ ക്യാപ്പിൻ്റെ ഭാഗത്തോട്ട് വരുന്ന പാർട്ട് കുറച്ചുകൂടെ നീളത്തിൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിത് വെട്ടി ആ സ്റ്റിക്കർ പാർട്ട് മാത്രം വെട്ടി അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോളാണ്. അതേപോലെ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ മാങ്ങ പറിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയൊക്കെ വീഴാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ആ ക്യാപ്പിൻ്റെ ഭാഗം നീണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് 2-3 മാങ്ങ ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ആ ബോട്ടിലിൻ്റെ ചുവട് ഭാഗവും വെട്ടിക്കളയുന്നുണ്ട്. അപ്പോഴേ പിച്ചാത്തി ചൂടാക്കിയിട്ടാണ് ആ ചുവട് ഭാഗം വെട്ടിമാറ്റുന്നത്. ആ സ്റ്റിക്കർ വെട്ടി മാറ്റിയല്ലോ, ആ സ്റ്റിക്കർ വെട്ടി മാറ്റിയതിൻ്റെ ആ ചുവട് ഭാഗത്തോട്ട് വരുന്ന ആ സൈഡിൽ നമുക്ക് വി പോലൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്ന പോലെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി എടുത്തിരിക്കുന്ന ആ സ്റ്റിക്കയിലോട്ട് ഈ കുപ്പിയുടെ ക്യാപ്പിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സ്റ്റിക്കയിൽ ഗ്ലൂ ഒക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കുപ്പി കയറ്റിയിട്ട് കൊടുത്താൽ അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ കയർ വെച്ച് കെട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മാങ്ങ പറിക്കുമ്പോൾ ആ ഹോളിൽ നമ്മൾ സ്ക്വയർ പോലെ ആ സ്റ്റിക്കർ പാർട്ട് വെട്ടി മാറ്റിയല്ലോ, അതിനുള്ളിലേക്കാണ് മാങ്ങ വരേണ്ടത്. എന്നിട്ട് ആ വി പോലുള്ള വിടവിലായിരിക്കണം അതിൻ്റെ ഞെടുപ്പ് വരുന്നത്. അതിലോട്ട് ആ ഞെടുപ്പ് കയറ്റിയിട്ട് നമുക്ക് ഒരു താഴോട്ടൊരു ഫോഴ്സ് കൊടുത്താൽ മതി. ആ മാങ്ങ പറിച്ച് നമ്മുടെ ആ കുപ്പിക്ക് ഉള്ളിലോട്ടായിരിക്കും വീഴുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ എത്തിപ്പറിക്കാൻ തോട്ടിയൊക്കെ വെച്ച് പറിക്കാവുന്ന രീതിയിലുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തോട്ടി കെട്ടിയിട്ട് മാങ്ങ ഒട്ടും ചതയാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ പറിച്ചെടുക്കാം. അങ്ങനെ നമുക്കത് പഴുപ്പിക്കാനായിട്ട് വെക്കാം. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.